الحمد لله لا ند له ولا ند له ولا مثيل له لا وزير له ولا معين له ولا مضارع له ولا مقارن له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله المبعوث بالإنذار والبشرى اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوّل أمري إلى الله وأفوّل أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأديت الأمانة ونصحت الأمة وكسبت الغمة وجاهدت في سبيل ربك حق جهادي وأبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أفرأيتم ما تعبدون من دون الله إن أرادني الله بضر هل هن كاشفات ضري أو أرادني برحمة هل هن ممسكات رحمتي قل حسبي الله عليه يتوكل المتوكلون صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم ألا أخبركم بخير أعمالكم وأزكاها عند مليككم وأرفعها في درجاتكم وخير لكم من إنفاق الذهب والفضة وخير لكم من أن تلقوا العدو فيضربوا أعناقكم وتضربوا أعناقه قال بلى يا رسول الله قال ذكر الله سبحانه وتعالى صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم وتوكلنا متجردا في رزقك ثقة بي وعد ربي أكرم مفضلا
أما المعيل فلا يجوز قعوده عن مكسب لإياله متوكلا وقنع بترك المشتهى والفاخر من مطعم وملابس ومنازلا وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من عند ذا العاصي صلاة الله معها تحيته سلام الله إجلال قدرك عشقا تفخيما صلوا عليه وسلموا تسليما സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാകും. അവന്റെ അതുല്യവും അമേയവും അനന്തവും അപരിമേയവുമായ അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം അന്ത്യദൂതരായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിടുത്തെ ആദരമൊഴികളെ അനുധാവനം ചെയ്ത അനുചര വൃന്ദങ്ങളിലും തിരുക്കുടുംബാദികളിലും സാലിഹീങ്ങളിലും സച്ചരിതരിലും സദാ വർഷിക്കുമാറാകട്ടെ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സംഗമത്തിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി അല്ലാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നിസ്വാർത്ഥമതികളായ മനസ്സിൽ നന്മയുടെ നറുമലരുകൾ കാത്തുസൂക്ഷിക്കുന്ന ഈ നാട്ടിലെ ഒരുപറ്റം യുവാക്കളുടെ ത്യാഗോജ്വലമായ ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട നിരാലംബരും നിരാശ്രയരും നിദ്രാവിഹീനരുമായ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ആയിരക്കണക്കിന് ആളുകൾ ഒരു നേരത്തെ അന്നത്തിന് വകമില്ലാത്ത നാം എല്ലാവരും കോൺക്രീറ്റ് സൗധത്തിൽ ഒരു കൊതുകിന് പോലും കടന്നു വരാൻ കഴിയാത്ത ശീതീകരിച്ച റൂമിൽ കിടന്നുറങ്ങുമ്പോൾ തിമിർത്ത് പെയ്യുന്ന പേമാരിയുടെ നടുവിൽ ചോർന്നൊലിക്കുന്ന ചെറ്റക്കുരയുടെ കീഴിൽ അന്തിയുറങ്ങാൻ കഴിയാതെ കടത്തിണ്ണയിൽ വിറകുകൊള്ളി പോലെ വിറങ്ങലിച്ചു കിടക്കുന്ന ആയിരക്കണക്കിന് നിരാലംബരും ആലംബരഹിതരുമായ അനേകായിരങ്ങളുടെ കണ്ണുനീരൊപ്പാനുള്ള അദമ്യമായ ആഗ്രഹത്തോടെ സംഘടിപ്പിക്കപ്പെട്ട ഒരു പുണ്യമായ സദസ്സിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത്. നോട്ടീസിൽ സൂചിപ്പിച്ചതിനേക്കാൾ ഏതാണ്ട് 1 മണിക്കൂർ വൈകിയാണ് നമ്മുടെ സദസ്സ്. ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് തുടങ്ങുന്നത്. ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ടാണ് വരാനൊരൽപ്പം വൈകിയത്. അതുകൊണ്ട് തന്നെ എന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വൈകലായതുകൊണ്ട് ആദ്യമായി നിങ്ങളോട് ക്ഷമാപണം ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്രയേറെ വൈകിയിട്ടും യാതൊരുവിധ അസ്വാരസ്യങ്ങൾ മുഖത്ത് കാണിക്കാതെ, അലോസരതകളില്ലാതെ, അസ്വസ്ഥതകളില്ലാതെ ഇത്രയും നേരം ഈ നന്മയുടെ വാക്കുകൾ കേൾക്കാൻ കാത്തിരുന്ന നിങ്ങളുടെ സ്നേഹത്തെയും അതിലുപരി ക്ഷമയെയും മുക്തകണ്ഠം പ്രശംസിക്കുന്നതിനോടൊപ്പം ഏകനായ തമ്പുരാൻ
അവന്റെ നന്മയുടെ ഖുർആനിന്റെ സൂക്തം കേൾക്കാൻ കാത്തിരുന്ന ഓരോരുത്തർക്കും അതിന്റെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ വൈകിയ വേളയിൽ ഒരു ആമുഖത്തിലോട്ടൊന്നും കടക്കാതെ തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷമുള്ള ഒരു ദീർഘയാത്രയ്ക്ക് ശേഷമാണ് ഇവിടെ എത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതേപോലെ ഒരുമിച്ചു കൂടിയതുപോലെ അവന്റെ സച്ചരിതരും സതീർത്ഥരും സുഹൃതവാന്മാരുമായ ദാസന്മാരുടെ സംഗമസ്ഥാനമായ സ്വർഗത്തിലെത്തിച്ചേരാനുള്ള ഒരു പാതയമായി അള്ളാഹു ഇതിനെ സ്വീകരിക്കട്ടെ എന്ന ഒരൊറ്റ ദുആയോടുകൂടി നോട്ടീസിൽ സൂചിപ്പിച്ചതുപോലെ എന്തുവാ നോട്ടീസിൽ വിഷയം വെച്ചേക്കുന്നു? എനിക്ക് നോട്ടീസ് കിട്ടിയില്ല, ഞാൻ വാൾ പോസ്റ്റർ കണ്ടുമില്ല. അതുകൊണ്ട് തന്നെ വിഷയം തൗഹീദ് അല്ലേ? തൗഹീദ് വളരെ വിവാദമായൊരു വിഷയമാണ് എനിക്ക് തന്നിരിക്കുന്നത്. തൗഹീദാണ് വിഷയം. സാധാരണ തൗഹീദ് തഖ്വ എന്ന വിഷയമാണ് നോട്ടീസിൽ കണ്ടത്. വളരെ സൂക്ഷ്മതയോടെ അതിനേക്കാളേറെ വളരെ വ്യതിരക്തതയോടെ കേൾക്കുകയും പറയുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് തൗഹീദും തഖ്വയും. ഇത്രയും ആളുകളൊക്കെ ഉണ്ടായിട്ട് ആ വിഷയം എനിക്ക് തന്നെ ഏൽപ്പിച്ചതിലുള്ള ഒരു കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ തൗഹീദിൽ അടിയുറച്ചു വിശ്വസിക്കാനും അള്ളാഹുവിന്റെ നന്മയുടെ പാതയിലൂടെ കടന്നു ചെല്ലുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ തൗഹീദ് തഖ്വ എന്ന ആ രണ്ട് വിഷയം പറയാനുള്ള സമയം ഏതായാലും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് ആദ്യം പറഞ്ഞ തൗഹീദ് പറയാം, തഖ്വ പറയാൻ സമയം കിട്ടിയാൽ പറയാം, ഇല്ലെങ്കിൽ തൗഹീദിൽ അവസാനിപ്പിക്കാം എന്നതോടുകൂടെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സച്ചരിതരായ ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങ് പുറകുഭാഗത്ത് കറുത്ത പൊട്ടുപോലെ ചില ആളുകളുടെ മുഖം കാണുന്നുണ്ട്. മുമ്പിലുള്ള കസേരയിലോട്ട് വന്നാൽ ഇനി വരുന്നവര് ബാക്കിലിരിക്കട്ടെ. ഒരു നല്ല സദസ്സ് ഇങ്ങ് മുമ്പിലോട്ട് കടന്നു വന്നാൽ കൊള്ളാം എന്നൊരു വിനീതമായ അഭിപ്രായമുണ്ട്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവനാണ്. അനുസരണയുള്ളവരൊക്കെ പുറകിയിരിക്കുന്നവരിൽ അനുസരണയുള്ളവരൊക്കെ മുമ്പിലോട്ട് വരും. അതേതായാലും അതേറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പോട്ടിരുന്നത് പോലെ ജീവിതത്തിലും എപ്പോഴും മുമ്പോട്ട് നടക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സദസ്സ് നന്നായാൽ പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് സദസ്സ് ആദ്യം നന്നാക്കുന്നത്. ഈ സ്റ്റേജിന്റെ ഇടയിലുള്ള കസേരയ്ക്ക് ഇത്രയും ക്യാപ്പ് വേണം. ഇത്തിരി മുമ്പോട്ട് കയറി ഇരുന്നൂടെ? ചെളിയുണ്ടോ അവിടെ? ചെളിയുണ്ടോ? ഇല്ലെങ്കിൽ പരമാവധി ഈ ഇരിക്കുന്ന സദസ്സിനോട് ചേർന്നിരിക്കാൻ വേണ്ടി ശ്രമിക്കും. എല്ലാവരും ഒന്നിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുയായികളെ നമ്മൾ വിളിക്കുന്നത് സഹാബത്ത് എന്നാണ്. സഹാബി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ സഹവസിച്ചവൻ എന്നാണ്. മലയാള ഭാഷയിൽ പറഞ്ഞാൽ സഹ ആവാസമുള്ളവനാണ് സഹവാസം. അടുത്തു വന്നിരുന്നവൻ എന്നാണ് സഹാബിയുടെ അർത്ഥം. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ത് പറഞ്ഞാലും അവർ അടുത്തു വന്നിരുന്ന് കേൾക്കുമായിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ എന്ത് പറഞ്ഞാലും അതവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുമായിരുന്നു. നമ്മൾ ഏത് കാര്യം കേട്ടാലും ഏറ്റവും അകലെ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നാം. അത് വെള്ളിയാഴ്ച ജുമയുടെ പ്രസംഗമാണെങ്കിലും ശരി, ഹൗലിന്റെ കരയിലിരുന്ന് കേൾക്കാനാണ് നമുക്ക് താല്പര്യം. നമ്മൾ കേൾക്കാത്ത വഅളുകളില്ല. പക്ഷെ ഇത്ര കേട്ടിട്ടും അതൊന്നും ജീവിതത്തിൽ എന്തുകൊണ്ട് പ്രതിഫലിക്കുന്നില്ല എന്നൊരു പ്രഭാഷകൻ എന്ന രീതിയിൽ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. അതിൽ ഏറ്റവും വലിയ പോരായ്മ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ അങ്ങ് അകലെ നിന്ന് കേൾക്കുന്നു എന്നതാണ്. അകലെ നിന്ന് കേൾക്കുന്ന ആളുടെ മനസ്സിൽ അടുത്തിരുന്ന് കേൾക്കുന്നവന്റെ മനസ്സിലിറങ്ങുന്നത് പോലെ അകലത്തിൽ നിന്ന് കേൾക്കുന്നവന്റെ മനസ്സിലിറങ്ങൂല. ഉദാഹരണത്തിന് വെള്ളിയാഴ്ച പള്ളിയിലെ ഇമാമ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രസംഗം ഒന്നാമത്തെ സഫിലിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുന്നവനും ഹൗലിന്റെ കരയിലിരുന്നിട്ട് ഒരു സയ്യിദ് ദുഹാരി കാജാബീഡിയൊക്കെ പുകച്ചുകൊണ്ട് കേൾക്കുന്നവനും രണ്ടുപേരും കേൾക്കുന്നത് ഒരേ പ്രസംഗമാണെങ്കിലും സഫിൽ ഒന്നാമതിരുന്ന് കേൾക്കുന്നവന്റെ മനസ്സിലിറങ്ങുന്നത് പോലെ ഈ വാക്ക് ഹൗലിന്റെ കരയിലിരുന്ന് കേൾക്കുന്നവന്റെ മനസ്സിലിറങ്ങൂല. ഇറങ്ങൂ? രണ്ടുപേരും കേൾക്കുന്നത് ഒന്നാണ്. അതുകൊണ്ട് നാം സംസാരിക്കുന്നതിൽ നിന്ന് എത്ര അകലേക്ക് പോകുന്നു അതനുസരിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും അകന്നു പോകും. അതുകൊണ്ട് പരസ്പരം അടുത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കാൻ അള്ളാഹു നല്ല ബോധവും നല്ല ചിന്തയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ.
ആ സംഘാടകരായ കുട്ടികൾ ഒന്ന് ഈ ആളുകളെ ഒന്ന് അടുത്തോട്ടിരുത്താൻ ശ്രമിക്കണം. നമ്മൾ അടുത്തടുത്തിരുന്ന സംസാരിക്കാൻ നല്ല സുഖമാണ്. അതോടൊപ്പം നമ്മുടെ ഹൃദയത്തിന് അല്ലാഹു നല്ല വിശാലതയും നൽകും. അകലെ അകലെ ഇരിക്കുന്നിടത്തോടെ നമ്മുടെ ഹൃദയം ഇടുങ്ങി ഇടുങ്ങി വരും. അടുത്തടുത്തിരിക്കുന്നതോളം അല്ലാഹു നമ്മുടെ ഹൃദയത്തിന് വലിയ വിശാലതയും നൽകും. എല്ലാവരും ഇങ്ങോട്ട് വരും. ഏതായാലും നല്ല ഒരു സദസ്സാണ്. കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചോളം ഒരു ഇൽമിനോടുള്ള ഒരു സ്നേഹത്തിന്റെ ഒരു തറവാടിത്തമുണ്ട്. കാരണം ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ഉസ്താദ് അവറുകളുടെ പുണ്യമായ സ്പർശനം കൊണ്ട്, സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണിത്. അതിന്റെ ഗുണം എല്ലാവർക്കും ഉണ്ടാകും. മുമ്പോട്ട് വരി. വരും വരും, മഹാന്മാരൊക്കെ ഉണ്ട്. എല്ലാവരും ഇരിക്കും. ഒന്ന് മുമ്പോട്ട് കയറിയിരിക്കും. സദസ്സ് നന്നായാൽ വളരെ പെട്ടെന്ന് ഞാൻ എന്റെ വിഷയത്തിലോട്ട് കിടക്കും. ആ പുറകിലിരിക്കുന്നവരൊക്കെ ഒന്ന് മുമ്പോട്ട് കയറി വന്നോളി. ഏതായാലും നമ്മളിരിക്കുന്നത് 2 മണിക്കൂറെ ഞാൻ സംസാരിക്കും. ഞാൻ പറയുന്ന വിഷയം തീർന്നാലും ഇല്ലെങ്കിലും, പണ്ടാരോ പറഞ്ഞ പോലെ മരിച്ചാലും മരിച്ചില്ലെങ്കിലും അസർ നടക്കുമെന്ന് പറഞ്ഞ മാതിരി വിഷയം തീർന്നാലും തീർന്നില്ലെങ്കിലും 2 മണിക്കൂറുണ്ടൊക്കെ അവസാനിക്കാം. ഒന്ന് മുമ്പോട്ട് വന്നോളി. അള്ളാഹു അനുസരണയോടെ സ്നേഹത്തോടെ മുമ്പോട്ട് വന്നിരുന്ന ഓരോരുത്തർക്കും അവൻ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ടൂബോഫാക്കിയ ഒന്നാമത് കറുപ്പ. ഇനിയിപ്പോ കണ്ട കാക്ക തേങ്ങാപ്പൂളും കൊണ്ട് പോണമായിരിക്കും. പൂച്ച കുഴപ്പമില്ല, അതും പാകു ആകട്ടെ. അതിനും റൂഹുള്ളതല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് എന്ന വിഷയം, അല്ലാഹുവിനെ അറിയുക. യഥാർത്ഥത്തിൽ തൗഹീദിന്റെ അർത്ഥം അല്ലാഹുവിനെ അറിയുക എന്നാണ്. ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അതൊരു വളരെ വിശാലമായ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലിടനീളം അല്ലാഹു പ്രതിപാദിക്കുന്ന ഒരു വിഷയമാണ്. അതിന്റെ വിശാലമായ തലങ്ങളിലോട്ട് കടന്നു പോകാൻ നമ്മുടെ സമയം വളരെ അപര്യാപ്തം. ഒരു 3 ദിവസം ഉണ്ടായിരുന്നു നമുക്ക് സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് തൗഹീദ് നമ്മുടെ നിത്യജീവിതവുമായി, നമ്മുടെ സർവ്വസാധാരണ ജീവിതവുമായി അള്ളാഹുവിലുള്ള നമ്മുടെ വിശ്വാസം എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന ദുആയോടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അള്ളാഹു പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന നല്ല വാക്കുകളും നല്ല ചിന്തകളും, നന്മ പറയുകയും നന്മ ചിന്തിക്കുകയും നന്മ ആഗ്രഹിക്കുകയും നന്മയിലൂടെ നടക്കുകയും നന്മയെ പ്രവർത്തിക്കുകയും നന്മയുടെ പ്രതിഫലമായ സ്വർഗം കരഗതമാക്കുകയും ചെയ്യുന്ന നല്ലവരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ, വളരെ സഹിഷ്ണുതയോടെ ഇസ്ലാമിനെ അടുത്തറിയുകയും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പലവരും ആവർത്തിച്ച് വായിക്കുകയും ചെയ്ത ഒരു ഹൈന്ദവ സന്യാസിയാണ് ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടു പോയ ഗുരു നിത്യ ചൈതന്യയതി. അദ്ദേഹം ഒരിക്കൽ കോഴിക്കോട് ടാഗോർ ഹാളിൽ ഒരു ഇസ്ലാമിക പ്രബന്ധ മത്സരത്തിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ആ ഹൈന്ദവനായ സ്വാമിജി പറഞ്ഞുവത്രേ, വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്. അറബി ഭാഷ എനിക്കറിയില്ലെങ്കിലും അതിന്റെ മലയാള പദാനുപദ മൊഴി ഞാൻ മുമ്പിൽ വെച്ച് വിശുദ്ധമായ ഖുർആന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്. ആ വിശുദ്ധമായ ഖുർആനിന്റെ സൂക്തങ്ങളിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചത്, എന്റെ മനസ്സിനെ വല്ലാതെ ചിന്തിപ്പിച്ചത്, ഖുർആനിന്റെ 6600 പരം വരുന്ന സൂക്തങ്ങളിൽ എന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചത് പ്രഥമ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ അള്ളാഹു പറഞ്ഞ ഒരു ആയത്താണ്. എന്നിട്ട് അദ്ദേഹം കോഴിക്കോട് ടാഗോർ ഹാളിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല, ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പടയ്ക്കുകയും നമ്മെ സൃഷ്ടിക്കുകയും നമുക്ക് ആഹാരം തരികയും ഈ ലോകത്തെ മുഴുവനെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കാൻ കഴിവുള്ള അല്ലാഹു പറയുന്നു, ഫദ്കുറൂനി, എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ എന്നെ സ്മരിക്കണേ. അല്ലാഹു പറയുകയാണ്, ഫദ്കുറൂനി, നിങ്ങൾ എന്നെ സ്മരിക്കണേ. അത് കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ അത് കുറുക്കും, എപ്പോഴും നിങ്ങളെ ഞാനും ഓർത്തുകൊള്ളാം. വഷ്കുറൂലി, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം, നിങ്ങൾ എന്നോട് കൃതജ്ഞത കാണിക്കണം. വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നോട് കൃതജ്ഞത കാണിക്കാൻ പാടില്ല. ഈ ഒരു സൂക്തം എന്റെ മനസ്സിന് വല്ലാതെ ഉടക്കി നിന്നു. കാരണം ലോകത്തിന്റെ മുഴുവന് സിട്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവം തമ്പുരാൻ
തന്റെ അടിമകളോട് ഇത്രത്തോളം കാരുണ്യത്തോടെ സംസാരിക്കുമോ? ഒരു ഉടമ തന്റെ അടിമകളോട് ഇത്രത്തോളം സ്നേഹവാത്സല്യത്തോടെ പറയുമോ? ഫദ്കുറൂനി, എപ്പോഴൊക്കെ നിങ്ങൾ എന്നെ ഓർക്കുമോ, എപ്പോഴും നിങ്ങൾ എന്നെ ഓർക്കണം, അപ്പോഴെല്ലാം അതുക്കുറുക്കും നിങ്ങളെ ഞാൻ ഓർത്തുകൊള്ളാം. നിങ്ങൾ എപ്പോഴെന്നെ സ്മരിച്ചാലും എന്റെ സ്മരണയിൽ നിന്ന് നിങ്ങൾ മാറിപ്പോവുകയില്ല എന്ന് ഇത്രത്തോളം സ്നേഹത്തോടെ പ്രപഞ്ച സിട്ടാവായ മനസ്സിട്ടാവായ അള്ളാഹു പറയുന്നത് കേട്ടപ്പോ ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മുന്നിൽ ഞാൻ വല്ലാതെ തലകുനിച്ചു പോയി എന്ന് പറഞ്ഞത് ഒരു മുസ്ലിം ആയിരുന്നില്ല. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ സമാദരണീയനായ സഹിഷ്ണുതയോടെ സഹകരണത്തോടെ നമ്മെ സമീപിച്ച ഒരു ഹൈന്ദവ സഹോദരന്റെ വാക്കുകളിലൂടെ ഞാൻ തുടങ്ങിയത്, അദ്ദേഹത്തിന്റെ മനസ്സിൽ പോലും മുസ്ലിമായി ജനിച്ചവനല്ല, മുസ്ലിമായി മരിച്ചവനല്ല, മുസ്ലിമായി ജീവിച്ചവനല്ല. എന്നിട്ട് പോലും ഒരു മനുഷ്യൻ, ഒരു ഹൈന്ദവ സഹോദരനും അള്ളാഹുവിന്റെ സ്നേഹവും തന്റെ അടിമകളോടുള്ള സാമീപ്യവും മനസ്സിലാക്കാൻ അറബി പദത്തിന്റെ അർത്ഥമറിയാതെ മലയാളത്തിന്റെ പദാനുപദം ഒടിയെ മുൻപിൽ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോ, അള്ളാഹുവിന്റെ ഖുർആനിനെ പഠിക്കുമ്പോ അയാൾക്ക് പോലും മനസ്സിലായിരുന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗഹീദ് എന്ന പ്രവിശാലമായ ഒരു വിഷയം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ പ്രഥമ സൂക്തം മുതൽ വിശുദ്ധമായ ഖുർആന്റെ സൂറത്തുൽ ഫാത്തിഹയിൽ ആദ്യം പറയുന്ന വിശുദ്ധമായ സൂക്തം മുതൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ തുടക്കവും ഏകത്വമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ഒടുക്കവും തൗഹീദിലാണ് അവസാനിക്കുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആദ്യത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ പ്രഥമ സൂക്തം നിങ്ങൾ ആവർത്തിച്ച് ഒരു ദിവസം 17 പ്രാവശ്യം പാരായണം ചെയ്യുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആദ്യമായി വിശുദ്ധമായ ഖുർആൻ തുറക്കുമ്പോ സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യത്തെ സൂക്തം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബിസ്മി ഖുർആന്റെ പ്രവേശികയാണ്. ഖുർആനിലേക്ക് പ്രവേശിക്കാനുള്ള ബിസ്മി ഓതിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ആദ്യത്തെ സൂക്തം ഏതാണ്? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആദ്യം ഓതുമ്പോ അള്ളാഹു പറയുന്നു, നീ സ്മരിക്കേണ്ടത് എന്നെ കുറിച്ചിട്ടാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവേ, സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും സർവസ്തുതി ഭജനങ്ങളും നിനക്കാണ് തമ്പുരാനെ. കാരണം എന്തെന്നറിയുമോ? ഞാൻ നിന്നെ സ്തുതിക്കുന്നത് വെറുതെയല്ല, ഞാൻ നിന്നെ സ്തുതിക്കുന്നത് എന്റെ വെറുതെ ഒരു അധര വ്യായാമമല്ല. എന്തുകൊണ്ടാണ് നിന്നെ ഞാൻ സ്തുതിക്കുന്നതെന്നറിയുമോ? റബ്ബിൽ ആലമീൻ, സർവലോകങ്ങളുടെയും രക്ഷിതാവ് നീയാണ് തമ്പുരാനെ. നീയില്ലാതൊരു രക്ഷിതാവില്ല, നീയല്ലാതൊരു ഖാലിക്കില്ല, നീയല്ലാതൊരു റാസിക്കില്ല, നീയല്ലാതൊരു മാലിക്കില്ല. എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന തമ്പുരാനെ, ഇക്കാണുന്ന അഖില ലോക ബ്രഹ്മാണ്ട കടാഹത്തെ മുഴുവനും അല്ലാഹുവേ വെറും 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ച തമ്പുരാനെ. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ 6 അയ്യാം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ പരിമിതമായ 6 ദിവസങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തിനൊരു മേൽക്കൂര പോലെ പരന്ന് പ്രവിശാലമായി കിടക്കുന്ന ഈ ഗഗനലോകത്തെ സിദ്ധിച്ച തമ്പുരാൻ, ആ ഗഗനലോകത്തിന്റെ താഴ്ഭാഗത്ത് സർവ്വ മനുഷ്യനും കളിത്തൊട്ടിൽ പോലെ ആടിക്കിടക്കുന്ന ഈ ഭൂമിയെ പരവതാനി പോലെ വിരിച്ച തമ്പുരാൻ. അതിനെ മാത്രമല്ല, വമാ ബൈനഹുമാ, ആകാശഭൂമികളുടെ ഇടയിലുള്ള സർവ്വ വസ്തുക്കളെയും, ആകാശമല്ല ഭൂമിയല്ല, അതിന്റെ ഇടയിലുള്ള എല്ലാ വസ്തുക്കളുമുണ്ടല്ലോ, ഈ നീലാകാശത്തിലെ തത്തിക്കളിക്കുന്ന ചന്ദ്രഗോളത്തെ, ഈ കാണുന്ന കത്തിജ്വലിക്കുന്ന സൂര്യനെ, നെബൂലകളെ, താരാപഥങ്ങളെ, ഉൽക്കകളെ, ക്ഷീരപഥങ്ങളെ, ഇതിന്റെ ഇടയിലൂടെ പറന്നു പോകുന്ന കൊച്ചു പറവാദികളെ, ഈ മാമരങ്ങളെ, ഈ മാമയിലുകളെ, ഈ മഹാമേരികളെ എല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ച തമ്പുരാൻ. അതിന്റെ ഇടയിലൂടെ കറുകരുത്ത കരിമ്പാറ കെട്ടിന്റെ ഉള്ളിലൂടെ നടന്നു പോകുന്ന കൊച്ചു കട്ടുറുമ്പിനെ, തിരറിയടിക്കുന്ന തിരമാലകളുടെ ഇടയിലൂടെ ഊളിയിട്ട്
പോകുന്ന കൊച്ചു പരൽ മത്സ്യങ്ങളെ, ഈ കൈ ചിഹ്നം വിളിക്കുന്ന കാട്ടാനകളെ, നിബിഡവനങ്ങളിലൂടെ നടന്നു പോകുന്ന ചിഹ്നം വിളിക്കുന്ന കാട്ടാനകളെ എന്ന് വേണ്ട ആകാശഭൂമിയുടെ ഇടയിലുള്ള സർവ്വതിനെയും, തരുക്കളെയും താരകങ്ങളെയും സർവ്വതിനെയും സൃഷ്ടിച്ച തമ്പുരാനെ അൽഹംദുലില്ലാഹ്. സർവസ്തുതിയും നിനക്കാണ് അല്ലാഹുവേ. എന്റെ ജീവിതത്തിൽ നിന്നെ ഓർക്കാതിരിക്കാൻ കഴിയുമോ? കത്തിജ്വലിച്ചു നിൽക്കുന്ന പട്ടാപ്പകൽ പോലെ ചുറ്റുമൂലമുജുമാ മസ്ജിദിൽ പോയി ളുഹർ നമസ്കാരത്തിന് കൈകെട്ടുമ്പോ മരം കോച്ചുന്ന മാമരങ്ങളുടെ നടുവിൽ മരം കോച്ചുന്ന തണുപ്പത്ത് മഹനീയമായ മനസാന്നിധ്യത്തിനു വേണ്ടി മസ്ജിദിന്റെ നടുവിലോട്ട് കടന്നു ചെന്ന് സുബഹി നമസ്കാരത്തിന് കുളിരുന്ന പകലിൽ കൈകെട്ടി നിൽക്കുമ്പോഴും വേർത്തൊലിച്ചു നിൽക്കുന്ന സന്ധ്യാസമയത്ത് മഗ്രിബിന് കൈകെട്ടി കിടക്കുമ്പോഴും കണ്ണുകളിലേക്ക് നിദ്ര തഴുകി വരുന്ന ഇശായിന്റെ രാത്രി നമസ്കാരത്തിന് കൈകെട്ടുമ്പോഴും അല്ലാഹുവിനോട് ഒരു ദിവസം ആവർത്തിച്ച് പറയുന്ന തൗഹീദിന്റെ മന്ത്രമേതാ? അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ, എന്റെ അടക്കങ്ങളിൽ, എന്റെ അനക്കങ്ങളിൽ, എന്റെ ചേട്ടകളിൽ, എന്റെ നിശ്ചേട്ടകളിൽ, എന്റെ വികാരങ്ങളിൽ, എന്റെ വിചാരങ്ങളിൽ, എന്റെ കിടപ്പുകളിൽ, എന്റെ ഇരിപ്പുകളിൽ, എന്റെ നിശ്വാസങ്ങളിൽ, എന്റെ ആശ്വാസങ്ങളിൽ, അല്ലാഹുവേ സർവമേഖലകളിലും, അത് എപ്പോഴൊക്കെയാകട്ടെ, എന്റെ വ്യതകളിലാകട്ടെ, എന്റെ ശ്രദ്ധകളിലാകട്ടെ, എന്റെ ആവലാദികളിലാകട്ടെ, എന്റെ വേവലാദികളാകട്ടെ, എന്റെ ആദിയും എന്റെ വ്യാധിയും എന്റെ ആവലാദിയും എന്റെ വേവലാദിയും, എന്റെ വ്യതകളും എന്റെ ശ്രദ്ധകളും എന്റെ വൈഷമ്യങ്ങളും എന്റെ വൈക്ലഭ്യങ്ങളും എന്റെ വൈതരണികളും, അല്ലാഹുവേ എന്റെ സന്തോഷങ്ങളിലും എന്റെ സന്താപങ്ങളിലും എന്റെ സുഖങ്ങളിലും എന്റെ ദുഃഖങ്ങളിലും പടച്ച തമ്പുരാനെ, ഇലാഹായ തമ്പുരാനെ, ഒരു നിമിഷമെങ്കിലും ജീവവായു നഷ്ടപ്പെട്ടു പോയാലും നിന്നെക്കുറിച്ച് മറക്കാൻ കഴിയുമോ? നിന്നെ നിരാകരിക്കാൻ കഴിയുമോ? അല്ലാഹുവിനെ മാറ്റി നിർത്താൻ കഴിയുമോ? ചുണ്ടുകളിലും മനസ്സുകളിലും ഒരേപോലെ തത്തിക്കളിക്കേണ്ട അല്ലാഹുവിന്റെ സ്മരണയാണ് ഏറ്റവും വലിയ തൗഹീദെന്ന് ലോകത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നതാരെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ റബ്ബിനെ ഓർക്കണേ. ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ ആദ്യം റബ്ബിനെ കുറിച്ച് പറയണേ. ആ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയിലെ തൗഹീദിന്റെ മന്ത്രം നമ്മോട് പറയാൻ പഠിപ്പിച്ചിട്ട് സൂറത്തുൽ ബഖറയിലോട്ട് വരുമ്പോൾ പഠിപ്പിക്കുന്നത് എന്താ? അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ രണ്ടാമത്തെ സൂറത്ത് തുടങ്ങുന്നു സൂറത്തുൽ ബഖറ. അലിഫ് ലാം മീം. ഈ മൂന്നക്ഷരത്തിന്റെ അർത്ഥം അല്ലാഹുവേ, അല്ലാഹുവേ നിനക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ഞാൻ അംഗീകരിക്കുന്ന തമ്പുരാനെ. സഹോദരങ്ങളെ, ഈ അക്ഷരത്തിന് പൂർണ്ണ വ്യാഖ്യാനം പറയാൻ ഇതേവരെ ലോകം കണ്ട പണ്ഡിത പടുക്കൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല. അല്ലാഹു അഅലമു ബിമുറാദിഹി ബിദാലിക. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് റബ്ബിനെ അറിയൂ. ഈ ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കാം, എല്ലാം കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കാം. ജനിതക കോഡിന്റെ രഹസ്യ കോഡ് പോലും ഡാവിഞ്ചിയുടെ ജനിതക കോഡിന്റെ രഹസ്യം കണ്ടുപിടിച്ചേക്കാം. ഡാവിഞ്ചിയുടെ ജനിതക കോഡിന്റെ രഹസ്യം കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിച്ചപ്പോ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ പറഞ്ഞതെന്തെന്നറിയുമോ? ആരും കണ്ടുപിടിക്കാത്ത ഡാവിഞ്ചിയുടെ ജനിതക കോഡിന്റെ രഹസ്യം കണ്ടുപിടിച്ചപ്പോ അന്ന് വൈറ്റ് ഹൌസിന്റെ നടുവിലിരുന്നിട്ട് ബിൽ ക്ലിന്റൺ പറഞ്ഞതെന്തെന്നറിയുമോ? ദൈവത്തിന്റെ രഹസ്യ ഭാഷ പലതും മനുഷ്യൻ കാണാൻ തുടങ്ങി. ദൈവത്തിന്റെ രഹസ്യ ഭാഷ വായിക്കാൻ മനുഷ്യനെ കഴിയാൻ തുടങ്ങി. ഇനി ദൈവം ഒളിപ്പിച്ചു വെച്ച പലതും ഞങ്ങൾ കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇല്ലടാ നിനക്ക് കഴിയില്ല. ഇതിന്റെ വ്യാഖ്യാനം പറയാൻ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഖുർആൻ നിവർത്തിയാല് തൗഹീദിന്റെ മന്ത്രമായുമോ? പിന്നീട് ആല ഇമ്രാൻ വരുമ്പോ, സൂറത്തുൽ നിസാ വരുമ്പോ, സൂറത്തുൽ മായിദ വരുമ്പോ, മായിദ കടന്ന് അഹ്റാഫ് കടന്ന് അൻആം കടന്ന് യൂനുസ് കടന്ന് ഹിജ്ർ കടന്ന് ഇബ്രാഹിം കടന്ന് അങ്കബൂത്ത് കടന്ന് അഹ്സാബ് കടന്ന് കലം കടന്ന് അലക്ക് കടന്ന് 114ാമത്തെ അധ്യായത്തിലെത്തുമ്പോഴും അല്ലാഹുവിന്റെ ഖുർആൻ സമാപിക്കുന്നത് എങ്ങനെയാ? ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിന ശർരിൽ വസ്വാസിൽ ഖന്നാസ്.
നാസ് ഖുൽ അഊദു ബിറബ്ബിന്നാസ്, സർവ്വജനങ്ങളുടെയും റബ്ബിനെ കൊണ്ടിട്ട് നീ കാവലിനെ തോന്നിക്കെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇതിനേക്കാളും വലിയ തൗഹീദ് എന്താ ഉള്ളത്? അല്ലാഹുവിന്റെ ഖുർആൻ ആദ്യത്തെ ആയത്തിൽ പഠിപ്പിച്ചു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹനെ പഠിക്കീൻ. ഏറ്റവും അവസാനത്തെ ആയത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാ? ഖുൽ അഊദു ബിറബ്ബിന്നാസ്, സർവ്വജനങ്ങളുടെയും റബ്ബ്, ഒരാളുടെ മാത്രമല്ല, എല്ലാ ജനങ്ങളുടെയും റബ്ബ്. ഇച്ചിരി കൂടെ ഒരു ചെറിയ പറപ്പറപ്പാണ്, ഒന്നുകൂടി ഒന്ന് ശരിയാക്കി ഇരിക്കട്ടെ. നല്ല എക്കോയൊക്കെ വെക്ക്. ഷെയ്ഹുനാന്ന് പറഞ്ഞാൽ ഹുന 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 എന്ന് കേൾക്കണം. പിന്നല്ലേ ഏതായാലും റാഹത്താണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ യാത്ര ചെയ്തു വന്നുകൊണ്ട് കാറ്റടിച്ചതിന്റെ ഒരു പ്രശ്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവിടെ എല്ലാവരും കേൾക്കണം, പകലെല്ലാരും കേൾക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് അല്ലാഹുവിനെ പഠിക്കാൻ ലോകത്ത് ആദ്യമായി നമ്മോട് പറഞ്ഞത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. ഖുർആനിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ, അല്ലാഹുവിന്റെ ഖുർആന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് കേൾക്കുക. ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കീൻ, അത് കുറുക്കും നിങ്ങളെ ഞാനും ഓർക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ അല്ലാഹനെ ഓർക്കുന്നത് ഏതൊക്കെ സമയത്താണ് നമ്മൾ അല്ലാഹനെ ഓർക്കുന്നത്? അല്ലാഹുവിന്റെ തിരിച്ചുള്ള വാഗ്ദാനം എന്താ? നിങ്ങൾ ഓർക്കീൻ, നിങ്ങളെ ഞാൻ ഓർക്കാം. നമുക്ക് വൺ വേ ആണ്. നമ്മൾ എപ്പോഴും പറയണം അല്ലാഹ് എന്റെ കാര്യം ഓർക്കുന്നില്ല. നമ്മൾ അല്ലാഹനെ എത്രത്തോളം ഓർക്കുന്നുണ്ട്? 24 മണിക്കൂറിന്റെ ഉള്ളിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 25 മിനിറ്റ്, അത് തന്നെ അല്ലാഹനെ കുറിച്ചുള്ള ഓർമ്മയൊക്കെ വളരെ വിരളമാണ്, നിസ്കാരത്തിലാണെങ്കിൽ പോലും. അല്ലാഹുവിനെ നമ്മൾ ജീവിതത്തിൽ ഓർക്കുന്ന ഏതൊക്കെ ഭാഗങ്ങളിലാ? ഇല്ല. യഥാർത്ഥ തൗഹീദ് അറിയണമെങ്കിൽ ആ അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, ചിന്ത എവിടെയൊക്കെ ഉണ്ടാകണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ആകാശമോ ഭൂമിയോ ശാസ്ത്രമോ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിന്റെ നിത്യജീവിതത്തിൽ നാം അനുഭവിക്കുന്ന കാര്യങ്ങളിൽ അല്ലാഹുവിനെ നാം എങ്ങനെയാണ് സമീപിക്കുന്നത്? അല്ലാഹനെ കുറിച്ചുള്ള ചിന്ത എന്താ? നമ്മൾ അല്ലാഹനെ ഓർക്കുന്നത് എങ്ങനെയാ? ഒരാളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും അസുഖമൊക്കെ എങ്ങനെയുണ്ട്? എന്തു പറയാനാ എന്റെ പൊന്നുസ്താദെ, അസുഖമൊക്കെ വന്നിട്ട് അമൃതയിൽ പോയി ചികിത്സിച്ചു, കുറവില്ല. ചെന്നൈ അപ്പോളോയിൽ പോയി, കുറവില്ല. അമൃതയിൽ വന്നു, കുറവില്ല. അവിടെ നിന്ന് പിന്നെ തിരുവനന്തപുരം കിംസിൽ ചികിത്സിച്ചു, കുറെ പൈസ പോയതല്ലാതെ ഒരു കുറവുമില്ല. അവസാനം എല്ലായിടത്തും ചികിത്സിച്ചു, ഒരു കുറവുമില്ല. ഇപ്പം നാട്ടിലെ ഒരു നാട്ടുവൈദ്യന്റെ ചികിത്സയിലാണ്, അതിനും വലിയ കുറവൊന്നുമില്ല. ഇനിയിപ്പോ ഒറ്റ കാര്യമുള്ളൂ, ഇനിയുള്ള കാര്യം അല്ലാഹ് നോക്കട്ടെ. നമ്മൾ അല്ലാഹനെ ഓർക്കുന്ന എപ്പോഴാ? ലോകത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം. അല്ലാഹ് നാട്ടുവൈദ്യം ചികിത്സിച്ചിട്ട് ഒരു ശിഫായും ഇല്ല. ഇനിയിപ്പോ എന്തേ ഉള്ളൂ? ഇനിയിപ്പോ അല്ലാഹേ ഉള്ളൂ ബാക്കി. എന്റെ പൊന്നു സഹോദര, നാട്ടിലെ നാട്ടുവൈദ്യനേക്കാൾ താഴെയാണോ അല്ലാഹ്? അല്ല, യഥാർത്ഥത്തിൽ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒരു രോഗം വന്നാൽ എല്ലാവരും കൈവിട്ട് കഴിയുമ്പോ നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ ചിന്തിക്കും ഇനിയിപ്പോ അല്ലാഹനെ ഏൽപ്പിക്കുക, അല്ലാഹനോട് പറയാം, അതല്ലാതെ വേറൊരു വഴിയില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ഒരു സുഖം വരുമ്പോൾ നമ്മൾ അല്ലാഹുവിനെ എത്രത്തോളം ചിന്തിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ ആ സുഖത്തിന് പകരം ഒരു ദുഃഖം വരുമ്പോ ആ ജീവിതത്തിന്റെ സുഖദുഃഖങ്ങളിൽ അല്ലാഹുവിനോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ജീവിതത്തിൽ വല്ലാതെ പരീക്ഷിക്കപ്പെട്ട ഒരു പ്രവാചകന്റെ സംഭവം പറയുന്നു. വിശുദ്ധമായ ഖുർആൻ സൂറത്തു സ്വാദ് ഒന്ന് നന്നായി കേൾക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറെ അറിയാനുള്ള, നമുക്ക് ഏറെ പഠിക്കാനുള്ള, അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിനെ കുറിച്ച് അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് കേൾക്കുക. ഓവദ്കുർ അബ്ദനാ അയ്യൂബ് ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയ ശൈത്വാനു ബിനുസുബിൻ വഅദാബ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഓവദ്കുർ അബ്ദനാ അയ്യൂബ്
അയ്യൂബ്, എന്റെ അടിമയായ അയ്യൂബിനെ നിങ്ങളൊന്ന് സ്മരിക്കുമോ? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം നിങ്ങളൊന്ന് ചിന്തിക്കുമോ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം ഒന്ന് ചിന്തിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകനായ അയ്യൂബ് നബി ആ ജീവിതത്തിലൂടെ ഒന്ന് കടന്നുപോയാൽ നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എത്രത്തോളമാണ്, എവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ചിന്തകൾക്ക് ഭ്രംശം സംഭവിച്ചു പോയത്, അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിൽ എവിടെയാണ് പിഴവ് വന്നു പോയത്? ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ നാട്ടിലെ രാജാവായിരുന്നു അയ്യൂബ് നബി. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹം വാരിക്കോരി കൊടുത്ത പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ നാട്ടുകാരുടെ മുഴുവൻ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി സുന്ദരമായ ജീവിതത്തിന്റെ നടുവിൽ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സുഭിക്ഷതയിൽ കഴിയുകയാണ്. ധാരാളം സമ്പത്ത് കൊടുത്ത് അല്ലാഹു അനുഗ്രഹിച്ച പ്രവാചകനാണ്. ജീവിതത്തിന്റെ എല്ലാ നന്മകളും കൊടുത്ത പ്രവാചകനാണ്. എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു വാരിക്കോരി കൊടുത്ത പ്രവാചകനാണ് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ നാട്ടുകാരുടെ മുഴുവന് കണ്ണിലുണ്ണിയായി മാറിയ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കൊടുത്തു, ധാരാളം സമ്പത്ത്. ആ നാട്ടുകാരുടെ മുഴുവന് കണ്ണിലുണ്ണിയായ സുന്ദരമായ വീട്ടിൽ താമസിച്ച അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. എന്താ അവിടെ ഒരു പ്രശ്നം? എന്താ അത് കുഴപ്പമില്ല, പോട്ടെ, അവൻ വിട്ടേക്കും. ഫഖല്ലു സബീലഹു, നിങ്ങൾ ഇങ്ങോട്ട് വരി. ഞാൻ കഴിഞ്ഞ ആഴ്ച റാന്നീര് പോകാന്ന് പറഞ്ഞു. അവന് ലോട്ടറി ഹറാമാണ്. ഒരാളെ എന്റെ പൊന്നുസ്താദ് എന്റെ വയറ്റി പഴപ്പ് മുട്ടിക്കരുത്, എന്റെ ലോട്ടറി കച്ചവടക്കാരന്. ഇനിയിപ്പോ അയാൾക്ക് വേണ്ടി വാത് പറയാൻ എനിക്ക് പറയാൻ പറ്റും? എന്നാ പിന്നെ മോട്ടെ, നിനക്ക് മാത്രം ഹലാലാണെന്ന് പറയാൻ പറ്റുമോ? കഴിയില്ലല്ല. ഞാൻ വാത് പറഞ്ഞോണ്ട് എനിക്ക് പരസ്യമായിട്ട് ഒരാൾ സ്റ്റേജിൽ നിന്ന് അറിയണ്ട എന്റെ പൊന്നുസ്താദെ, അയാളൊരു ക്രൈസ്തവ സഹോദരനാണ്. ധാരാളം ആളുകളൊക്കെ കാണാൻ പോലും ഉസ്താദ് അത് മാത്രം പറയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഈ മദ്യഭാഗത്ത് നിന്നുണ്ടല്ലോ പിന്നെ ഭയങ്കര പേടി അള്ളാനെ. അത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ അവൻ റോഡിൽ കൂടെ വന്നാല് പള്ളി കണ്ടാല് അപ്പുറത്ത് കാണുമ്പോഴേ ചെരുപ്പൂരി കൈ പിടിക്കും, മുണ്ടൊക്കെ അഴിച്ച് താഴെ ഇട്ട് അവിടെ അവൻ റുക്കൂയിലേ നടന്നു പോകും. എന്നാൽ അവന് സ്വബോധമുള്ള സമയത്താ പള്ളിയുടെ മുമ്പിൽ കൂടെ നടന്നു പോയാൽ മുണ്ടൊക്കെ അങ്ങ് തട്ടുപൊക്കി കൊടുക്കും. ഇനി പള്ളിയിലെ ഖത്തീബ് എങ്ങാനും അറിയാതെ പൊട്ടിക്കോ എന്നാൽ ഇച്ചിരി കൂടെ പൊക്കി കാണിച്ചു കൊടുക്കും. ഇത് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പേടിയാണ്. അവിടെ എത്തിയാക്കണ്ട കള്ളുകുടീനെ കണ്ടില്ലേ, പള്ളി കണ്ടാൽ ഭയങ്കര ആദരവാണ്. അതൊരു പ്രത്യേക സ്വഭാവമാണ്. ഏതായാലും പോട്ടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നന്മകൾ കേൾക്കുന്ന സമൂഹമായി അല്ലാഹു സ്വീകരിക്കട്ടെ. എന്റെ സഹോദരങ്ങൾ, നല്ല ഒരു സദസ്സ് അല്ലാഹു വിശുദ്ധമായ ഖുർആൻ അല്ലാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ പറയുന്ന ഖുർആൻ മാത്രമാണ്. ഫി ലൗഹിൽ ഖുർആൻ, ഖുർആന്റെ വെളിച്ചത്തിലൂടെ, ഫി ദിലാലിൽ ഖുർആൻ, ഖുർആന്റെ തണലിലൂടെ നമ്മുടെ നിത്യജീവിതം അത് അള്ളാഹുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു, നമ്മൾ എത്ര നന്ദിയുള്ളവരാണ് അള്ളാഹുവിനോട്, തൗഹീദ് എന്താണ് എന്ന് നമ്മുടെ നിത്യജീവിതത്തിന്റെ നിതാന്ത വേദനകളുടെ നടുവിൽ ഒരു നെരിപ്പോടായി പായി പോകുന്ന ജീവിതത്തിലൂടെ നടന്നു പോകുമ്പോൾ പലപ്പോഴും അള്ളാഹുവിനോടുള്ള അടിമകളായ നമ്മുടെ സമീപനം എങ്ങനെയാണെന്ന് അയ്യൂബ് നബിയുടെ ജീവിതത്തിലൂടെ പഠിക്കാം. ഖുർആൻ ധാരാളം സംഭവങ്ങൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അള്ളാഹു ആരോഗ്യം നിലനിർത്തി തരുമാറാകട്ടെ. ഒരു പരിപാടി കഴിഞ്ഞൊരു 120 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടം വരെ വന്നതിന്റെ വിഷമം എനിക്കുണ്ട്. എന്നാൽ നിങ്ങളൊന്ന് നന്നായിട്ട് സഹകരിച്ചാൽ അത് മറികടക്കാൻ കഴിയും എന്നാണ് എന്റെ പ്രതീക്ഷ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ധാരാളം അനുഗ്രഹങ്ങളുണ്ട്, ധാരാളം സമ്പത്ത് അല്ലാഹു വാരിക്കോരി കൊടുത്തു. നാട്ടുകാരുടെ മുഴുവനും കണ്ണിലുണ്ണിയായിരുന്നു. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. ഇത് കേട്ടിട്ടത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലാണ്. അയ്യൂബ് നബിക്ക് ധാരാളം ഉണ്ടെങ്കിൽ എന്നാ പിന്നെ എനിക്ക് ഒന്നുകൂടി ആകാമെന്ന് പറഞ്ഞ് നാളെ കോഴിക്കോട് വാസിന്റെ കൈ കാണിക്കരുത്. അത് അന്നത്തെ ശരീഅത്തിന്റെ ആ കാലഘട്ടത്തിന്റെ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അപ്പൊ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയ്യൂബ് നബിക്ക് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നത് കൊണ്ട് ധാരാളം ഭാര്യമാരുണ്ടായതുകൊണ്ട് അയ്യൂബ് നബിക്ക് ധാരാളം മക്കളുണ്ടായിരുന്നു. ധാരാളം മക്കൾ. അള്ളാഹു നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹ്യങ്ങളാക്കി തരട്ടെ. ധാരാളം മക്കളുണ്ടായിരുന്നു. അതൊരു വലിയ അനുഗ്രഹമാണ്. പക്ഷെ നമുക്ക് മക്കൾ വളരെ കുറവാണ്. കാരണം പണ്ടൊക്കെ എല്ലാം പേറായിരുന്നു, ഇപ്പൊ എല്ലാം കീറാണ്, സിസേറിയൻ. അതുകൊണ്ട് 2 3 ഒക്കെ പറ്റുള്ളൂ. ഇതാ ഗവൺമെന്റ്
കോളേജിൽ എവിടെ ചേർത്തലയിലാണ്, ഇന്ന് രാവിലെ പത്രത്തിൽ കണ്ടില്ല, ഒരാഴ്ചക്കുള്ളിൽ എത്ര സിസേറിയൻ? ഒരു ദിവസം തന്നെ 11 സിസേറിയൻ. അത് വാശിക്കാണ് അവര് കീറണത്. ഒരു ഡോക്ടർ 2 എണ്ണം ചെയ്ത് ആ സമയം കൊണ്ട് ഞാൻ 3 എണ്ണം ചെയ്യും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന്റെ സാമൂഹിക അവസ്ഥ, ഓപ്പറേഷൻ ടേബിളിൽ മലർത്തിക്കിടക്കുന്ന മനുഷ്യജന്മത്തിനോട് പിടിവാശി കാണിക്കുന്ന വിവരമുണ്ടെന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ എന്തു പറയാനാ? നമ്മൾ കാണുന്നതല്ലേ കശുമാവില് കായ്ച്ചു കിടക്കുന്ന ഈ പെരുവിരലിന്റെ, മനുഷ്യന്റെ പെരുവിരലിന്റെ വലിപ്പമില്ലാത്ത കശുവണ്ടിയുടെ വില പോലും മനുഷ്യനില്ല എന്ന ഒരു വലിയ സത്യത്തിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. എൻഡോസൾഫാൻ എന്ന മാരകമായ കീടനാശിനി മനുഷ്യജന്മത്തെ തകർത്തെറിയുമ്പോൾ കാസർഗോഡിലെ കശുമാവിന് വേണ്ടി തളിക്കുന്ന സാധനമാണ് എൻഡോസൾഫാൻ. ആ കശുമാവില് ഈ കശുവണ്ടി കായ്ക്കാൻ വേണ്ടിയാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ആ കശുവണ്ടിയുടെ വില പോലും മനുഷ്യന് കൽപ്പിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ദുരവസ്ഥയിലല്ലേ നമ്മൾ നിൽക്കുന്നത്. കശുമാവിനാണല്ലോ അവിടെ തളിക്കുന്നത്. ധാരാളം കശുമാവുണ്ട് ഇവിടെ. ഈ സ്ഥലത്തിന്റെ പേരെന്തോ? ചുറ്റുമൂല. 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 അത് ചുറ്റുമൂല ആയിരിക്കും. കശുവണ്ടിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം മനുഷ്യനൊരു വിലയുമില്ല. സിസേറിയന് വേണ്ടി വരുന്ന മാതൃത്വത്തെ കീറിമുറിക്കുന്നു. MBBSന്റെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്ത് കാര്യം? ഒരു മനുഷ്യന് അറിവുണ്ടായാൽ മാത്രം പോരാ, തിരിച്ചറിവും കൂടി ഉണ്ടാവണം. അറിവ് ആർക്കും കിട്ടും, തിരിച്ചറിവ് എല്ലാവർക്കും കിട്ടില്ല. ആ തിരിച്ചറിവുണ്ടാകണമെങ്കിൽ ഇതുപോലെയുള്ള ധാർമ്മികതയുടെ സ്വഭാവം വേണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് ലോകത്തൊന്നും നേടാൻ പറ്റൂല. കാരണം സ്കൂളിൽ പോയി പഠിച്ചാൽ, കോളേജിൽ പഠിച്ചാൽ ഫിസിക്സിന്റെ സാറ് പഠിപ്പിച്ചു തരും E=mc² എന്ന് പറഞ്ഞാൽ ദ്രവ്യ പരിവർത്തനത്തിലൂടെ ഊർജ്ജമുണ്ടാകും. 2 ദ്രവ്യങ്ങൾ കൂട്ടിച്ചേർത്തതിന് പരിവർത്തനമുണ്ടാക്കിയാൽ അതിലൂടെ ഊർജം കിട്ടുമെന്ന് സയൻസിന്റെ പ്രൊഫസർ പഠിപ്പിച്ചു തരും. പക്ഷേ ഊർജം കിട്ടുമെന്ന് വരെ അവർ പഠിപ്പിക്കുകയുള്ളൂ. ആ കിട്ടുന്ന ഊർജം നിന്റെ സഹോദരനെതിരെ ചെലവഴിക്കരുതെന്ന് പറയണമെങ്കിൽ ഈ ആത്മീയത വേണം, ഈ ഖുർആൻ വേണം. ബയോളജി പ്രകാരം സ്വന്തം ഭാര്യയിലുണ്ടാകുന്ന കുഞ്ഞും അന്യന്റെ ഭാര്യയിലുണ്ടാകുന്ന കുഞ്ഞും തമ്മിൽ ജീവശാസ്ത്രപരമായി ഒരു വ്യത്യാസവുമില്ല. പക്ഷെ സ്വന്തം ഭാര്യയിലുണ്ടാകുന്ന കുഞ്ഞ് നന്മയും അടുത്തവന്റെ ഭാര്യയിൽ നമുക്കുണ്ടാകുന്ന കുഞ്ഞ് തിന്മയുമാണെന്ന് പഠിപ്പിക്കണമെങ്കിൽ അതിന് ആത്മീയത വേണം, മതം വേണം, ഖുർആൻ വേണം. E=mc² എന്ന ദ്രവ്യപരിവർത്തന സിദ്ധാന്തത്തിലൂടെയാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിച്ചത് അമേരിക്ക. ആൽബർട്ട് ഐൻസ്റ്റീനാണ് ദ്രവ്യപരിവർത്തന സിദ്ധാന്തം കണ്ടുപിടിച്ചത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും കത്തിക്കരിഞ്ഞു കിടക്കുന്ന ആയിരക്കണക്കിന് മൃതദേഹങ്ങളെ കണ്ടപ്പോ ഞാൻ കണ്ടുപിടിച്ച ഒരു ആശയമാണല്ലോ ഇവരെ കൊന്നതെന്നോത്തിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ ഹിരോഷിമയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു എന്നാണ്. ദൈവമേ, അടുത്ത ജന്മത്തിൽ ഒരു ചെരുപ്പ് കുത്തിയായി ജനിച്ചാലും എനിക്കിനി ഒരു ശാസ്ത്രജ്ഞനായിട്ട് ജനിക്കണ്ടെന്ന് പൊട്ടിക്കരഞ്ഞു ആൽബർട്ട് ഐൻസ്റ്റീൻ ഹിരോഷിമയിലും നാഗസാക്കിയിലും മനുഷ്യർ വീഴുന്നത് കണ്ടിട്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസം, അറിവുണ്ടായാൽ പോരാ, തിരിച്ചറിവുണ്ടാകണം. ആ തിരിച്ചറിവിന്റെ സദസ്സാണിത്. അള്ളാഹു നമുക്ക് തിരിച്ചറിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ധാരാളം മക്കളും ഉണ്ടായിരുന്നു, ധാരാളം സമ്പത്ത്, ധാരാളം ഭാര്യമാർ. അവരോടൊപ്പം തന്നെ കൊട്ടാര സമാനമായ വീടിന്റെ നടുവിൽ, സാഹചര്യത്തിന്റെ നടുവിൽ കാണാൻ സൗകുമാര്യമുള്ള മക്കളുമായി അരോഗദൃഢഗാത്രനായി അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു പരീക്ഷണം നൽകി. ആ പരീക്ഷണം വരുമ്പോഴാണല്ലോ പലപ്പോഴും നമ്മൾ അല്ലാഹുവിനെ മറന്നുപോകുന്നത്. ജീവിതത്തിൽ എല്ലാവിധ നന്മകളുടെ പ്രവാഹത്തിന്റെ നടുവിൽ അല്ലാഹു അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു പരീക്ഷണം നൽകി. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മാരകമായ രോഗം ബാധിച്ചു. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മാരകമായ രോഗം ബാധിച്ചു. രോഗം ബാധിച്ച് ശരീരം മുഴുവനും വ്രണം വന്നിട്ടത് വല്ലാതെ പടുക്കാൻ തുടങ്ങി. വ്രണം മാറുന്നേയില്ല. ചരിത്രത്തിൽ കാണാം അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാവും ഹൃദയവും ഒടിച്ചു ശരീരം മുഴുവനും പടുത്തു വിറങ്ങലിക്കാൻ തുടങ്ങി. ചികിത്സിച്ച് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ മുഴുവനും ഓരോരുത്തരായി മരിച്ചു വീഴാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സുഭിക്ഷതയുടെ നടുവിൽ നിന്ന് മാരകമായ പീഡനത്തിന്റെ പരീക്ഷണത്തിന്റെ നെരിപ്പോടിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ മക്കൾ ഓരോരുത്തരായി മരിച്ചു കിടക്കുന്നത് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കാണേണ്ടി വന്നു. ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് ശരീരം മുഴുവനും പടുത്തു വിറങ്ങലിച്ച് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കിടപ്പാടം പോലും നഷ്ടപ്പെട്ടു. കിടപ്പാടമില്ലാത്ത, ആരോഗ്യമില്ലാത്ത, ജീവിതത്തിലൊന്നുമില്ലാത്ത ഭർത്താവിന് എന്തിന്? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യമാർ ഓരോരുത്തരായി അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൈയൊടിഞ്ഞു. അവസാനം റഹ്മ എന്ന ഒരൊറ്റ ഭാര്യ മാത്രം അയ്യൂബ് നബിയുടെ കൂടെ നിന്നു എന്നാണ്. ആരോഗ്യമില്ലാത്ത ഭർത്താവ് എന്തിന്?
സൗന്ദര്യമില്ലാത്ത ഭർത്താവ് എന്തിന്, സമ്പത്തില്ലാത്ത ഭർത്താവ് എന്തിന്? പിന്നെ ഭാര്യയ്ക്ക് ആവശ്യമില്ല, ഭാര്യയും പോയി. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും നമ്മളോട് സ്നേഹമുണ്ടാകുന്ന നമുക്ക് ആരോഗ്യമുള്ളപ്പോഴാണ്, നമുക്ക് സൗന്ദര്യമുള്ളപ്പോഴാണ്. വൈകുന്നേരം വരുന്ന പിതാവിനെയും കാത്തുകൊണ്ട് മക്കൾ വാതിൽപ്പടിയിൽ കാത്തു നിൽക്കുന്നത് അവനറിയാം വരുന്ന പിതാവിന്റെ മടിയിൽ തനിക്കുള്ള പലഹാരമുണ്ടെന്ന്. ആ പലഹാരം വാങ്ങിക്കാൻ അവൻ കാത്തു നിൽക്കും. 3 ദിവസം പലഹാരമില്ലാതെ നിങ്ങൾ പോയി നോക്കി, വൈകുന്നേരം നിങ്ങളുടെ മോനെ വാതിൽപ്പടിയിൽ നിങ്ങൾ കാണൂ. ഭാര്യ നമ്മളെ കാത്തു നിൽക്കുന്നപ്പോഴാ ഗൾഫിൽ നിന്ന് വരുമ്പോ അവൾക്കുള്ള മഴത്തുള്ളിക്കിലുക്കത്തിന്റെ കമ്മലും വാങ്ങിച്ച് സുന്ദരമായിട്ട് മാപ്പിള വരുന്നുണ്ടെന്ന് ഓർത്തിട്ടാണ് അവൾ സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി കാത്തു നിൽക്കുന്നത്. തലേ ദിവസം വിളിച്ചിട്ട് എന്റെ ഇക്കാമ തീർന്നു, എന്നെ കഫീൽ കയറ്റി വിട്ടു, ഞാനങ്ങ് കയറി വരിക, ബോംബെ വന്നിട്ട് തീവണ്ടി വരാന്ന് പറഞ്ഞാൽ എവരെണ്ണം കാണുവോ? റെയിൽവേ സ്റ്റേഷനിൽ കാണുവോ? ഭാര്യയ്ക്ക് സ്നേഹമുള്ളത് എപ്പോഴാണ്? നമുക്കിതൊക്കെ ഉള്ളപ്പോഴാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? എന്താ നിങ്ങൾ പറയാത്ത? അവരത്രയ്ക്ക് പേടിയാ? എന്താ നിങ്ങൾ ആന്ന് പറയാത്ത? അത്രയ്ക്ക് പേടിയാ അവരെ? ബി പി ഉണ്ട് ഇല്ലേ? ബി പി എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ അല്ല, ഭാര്യയെ പേടിയുണ്ടോ? ഇപ്പൊ ബി പി എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ അല്ല, ബി പി, ഭാര്യയെ പേടിയുണ്ടോ? ആരാണെങ്കിലും ശരി, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളും പണം കണ്ട, കാരണം നിങ്ങൾ ഇച്ചിരി സ്വർണം തന്നെ ഭാവങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ. ഭർത്താവിന് നിങ്ങളോട് സ്നേഹമുള്ളതെപ്പോഴാണ്? സൗന്ദര്യമുള്ളപ്പോ, ആരോഗ്യമുള്ളപ്പോ. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മാരകമായ പരീക്ഷണമാണ് കടന്നു വരിക. എല്ലാം ജീവിച്ചിന്റെ എല്ലാ നന്മകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ, ആവോളം സമ്പത്തുണ്ടായിരിക്കുമ്പോ അതാ മാരകമായ രോഗം വരികയാണ്. അയ്യൂബ് നബിയുടെ ശരീരം മുഴുവനും പഴുത്ത് വിറങ്ങലിക്കുകയാണ്. ഒരാൾക്ക് പോലും കണ്ടിരിക്കാൻ കഴിയാത്ത അവസ്ഥ. ഭാര്യമാർ ഓരോരുത്തരായി കൈയൊടിഞ്ഞു. അയ്യൂബ് നബി ഏകനായി മാറുമ്പോ നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, അയ്യൂബേ, നിനക്ക് പകർച്ചവ്യാധി പിടിപെട്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ താമസിച്ചാൽ ഞങ്ങൾക്ക് രോഗം പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മാറിപ്പോകണേ അയ്യൂബേ. ഇതേവരെ സ്നേഹിച്ച ആളുകൾ മുഴുവനും സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാൻ വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിലൊന്ന് ചിന്തിച്ചു നോക്കുക. എല്ലാ നന്മകളുടെ നടുവിൽ നിന്ന് താഴോട്ട് വീഴുമ്പോ ഒരേ ഒരു ഭാര്യ റഹ്മാ ബീബി റളിയല്ലാഹു അൻഹയുടെ കൈ പിടിച്ചിട്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ ആദരിച്ച മനുഷ്യരുടെ നടുവിലൂടെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ അയ്യൂബ് നബിയടാ നിബിഡമായ വനത്തിന്റെ നടുവിൽ ഒരു കൊച്ചു കൂര ഉണ്ടാക്കിയിട്ട് അതിൽ താമസിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാം കൈനിറച്ചുണ്ടായിട്ട് ഒരു സമയത്തെങ്ങാനും ഇല്ലാതെ പോയാ, സഹോദരങ്ങളെ, പണ്ട് മുതൽ ദാരിദ്ര്യമാണെങ്കിൽ പ്രശ്നമില്ല, നേരത്തെ മുതലേ പട്ടിണിയാണെങ്കിൽ പ്രശ്നമില്ല. എല്ലാം കയ്യിൽ നിറഞ്ഞിരുന്നിട്ട് ഒരു സമയത്ത് പെട്ടെന്നെങ്ങാനും തകർന്നു പോയാ, അള്ളാന്റെ റസൂല് പോലും അള്ളാഹുവിനോട് ദുആ ചെയ്തതാണ്, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജ്അതി നിഅമതിക വ ജമീ സഖതിക വന്നാർ. അല്ലാഹുവേ, 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 അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക, അല്ലാഹുവേ, നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ്. മിൻ സവാലി നിഅമതിക, നീ എനിക്ക് തന്ന ആഗ്രഹങ്ങളെങ്ങാനും ഒന്ന് പെട്ടെന്നൊന്ന് മാറിപ്പോകുന്നതിനെ നിന്ന് അല്ലാഹുവേ, നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ്. എന്റെ സഹോദരങ്ങളെ ആവർത്തിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അല്ലാഹു തന്നിരിക്കുന്ന അനുഗ്രഹമൊന്ന് നീങ്ങിപ്പോകാതിരിക്കാൻ ഒരൊറ്റ രോഗമൊന്ന് ജീവിതത്തിലോട്ട് കടന്നു വന്നാൽ പോരെ. ഒരു മാരകമായ രോഗമെങ്ങാനും കടന്നു വന്നാ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോ ഒരിക്കലും റഹ്മാനായ റബ്ബി വിനീതന്റെ കൺമുമ്പിൽ ഒരു വല്ലാത്ത കാഴ്ച കാണിച്ചു തന്നു. ഒരു ദിവസം ഞാൻ എന്റെ ജീവിതത്തിന്റെ എല്ലാ നന്മകളുടെ നടുവിലൂടെ നടക്കുമ്പോഴും ഇപ്പോഴും എനിക്ക് ആ ചരിത്രം മാറിയിട്ടില്ല. പെട്ടെന്ന് ഞാൻ ഓർമ്മയിൽ നിന്നെടുത്തു പറയുകയാ. ഒരു ദിവസം ഞാൻ ജോലി ചെയ്യുന്ന എന്റെ പള്ളിയിലേക്ക് വെള്ളിയാഴ്ച ദിവസമാണ്. രാവിലെ പ്രഭാഷണം കഴിഞ്ഞ് വന്നതിന്റെ വല്ലാത്ത ക്ഷീണം കാരണത്താൽ കിടന്നുറങ്ങിപ്പോയി. ആ സമയത്ത് ജുമയുടെ തിരക്ക് പിടിച്ച സമയത്താണ് എഴുന്നേൽക്കുന്നത്. പെട്ടെന്ന് കുളിച്ച് റെഡിയായി വീടിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിലോട്ട് കടന്നു ചെല്ലുമ്പോ, പള്ളിയുടെ ഗേറ്റ് നടന്നിട്ട് ഞാൻ എന്റെ വാഹനത്തിൽ പോയി ഇറങ്ങുമ്പോ വെള്ളിയാഴ്ച പതിവ് പോലെ ജുമാ മസ്ജിദിന്റെ പടിവാതിക്കല് ധാരാളം യാചകര് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഞാനൊരു ചെറുപ്പക്കാരനായ ഒരു 40-45
40-45 വയസ്സുള്ള ഒരു മനുഷ്യനെ കണ്ടു. ഒരു വെള്ള തോർത്തുകൊണ്ട് തന്റെ വലത്തെ കവിളിങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യന്. എന്നെ കണ്ടതേ വല്ലാത്ത പരിചയഭാവത്തോടെ അയാൾ ഓടി വന്നു. പക്ഷേ ജുമയ്ക്ക് കയറേണ്ട വല്ലാത്ത തിരക്ക് കാരണത്താൽ ഏതാണ്ട് സമയം ജുമയുടെ ബാങ്ക് വിളിക്കേണ്ട സമയമായി. തലേ ദിവസം ദീർഘമായ യാത്ര ചെയ്തതിന്റെ ആലസ്യമുണ്ട്. ആ സമയത്ത് ഞാൻ വാഹനത്തിൽ നിന്നിറങ്ങി എന്റെ റൂമിലോട്ട് കയറുമ്പോ അയാൾ ഓടി വന്നിട്ട് എന്നോട് സലാം പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, ഉസ്താദേ കബീർ ഉസ്താദല്ലേ? ഞാൻ അതേ എന്ന് മറുപടി പറഞ്ഞു. ഉസ്താദിന് എന്നെ പരിചയമുണ്ടോ? പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കി. വലത്തെ കവിൾ ഭാഗത്തൊരു വെളുത്ത തോർത്തുകൊണ്ട് അമർത്തിപ്പിടിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാതെ മുഖത്തോട്ട് നോക്കിയപ്പോൾ കവിളല് പോലും ഒട്ടിപ്പിടിച്ചൊരു പ്രാകൃത രൂപമാ. എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ടൊരു പരിചയവും തോന്നിയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ പരിചയം തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഒന്നുകൂടി സൂക്ഷിച്ചൊന്നു നോക്കൂ ഉസ്താദേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നുപോയി. അള്ളാഹു പുറത്തു തരട്ടെ, ഞാൻ എന്റെ അവിവേകം കൊണ്ട് പറഞ്ഞതായിരിക്കാം. അദ്ദേഹം എന്നോട്, ഞാൻ സാധാരണ ചില പിരിവുകാര് വന്നിട്ട് പിരിവ് വാങ്ങിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു തന്ത്രമെന്നതിന്റെ അപ്പുറമൊന്നും ചിന്തിച്ചില്ല. അദ്ദേഹം എന്നോടൊന്ന് സൂക്ഷിച്ചു നോക്കുസ്താദേ എന്ന് പറഞ്ഞപ്പോ ജുമയ്ക്ക് കയറേണ്ട തിരക്ക് കാരണത്താൽ ഒരു ഖത്തീബിന് തിരക്കുള്ള സമയമാണല്ലോ. എത്ര വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും ആ സമയത്ത് എനിക്കൊരു വല്ലാത്ത ദേഷ്യം തോന്നിപ്പോയി മനസ്സിൽ. അള്ളാഹു പുറത്തു തരട്ടെ, എന്റെ അഹങ്കാരം കൊണ്ട് തോന്നിയതായിരിക്കാം.